ചൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ബെറ്റർ വെച്ചാൽ അത് ഫ്രണ്ട് എടുത്തിരുന്നു, ബ്രീഡിംഗ് പെയറാണ് എടുത്തത്. ഒരു വർഷമായി മൂപ്പര് അതിനെ കൊടുക്കുകയാണ്. അപ്പൊ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എന്റെ പേര് വിശാഖ്. അപ്പൊ ഞാൻ എന്താണെന്ന് വെച്ചാല് കഴിഞ്ഞ വർഷം ഞാൻ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നു, ബ്രീഡിംഗ് പെയർ വേണോ അഡൽറ്റ് വേണോ എന്ന്. അപ്പൊ അതിന്റെ സെക്കൻഡ് പാർട്ട് 2 പോലെയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പം ചാനൽ ഇഷ്ടപ്പെട്ടാൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത് കേട്ടോ. നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പൊ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു നമ്മളെ ബ്രീഡിംഗ് പെയർ എടുക്കുന്നതിന്റെ എന്താ വെച്ചാൽ അതിന്റെ ഉപകാരം ദൂഷ്യപരമൊക്കെ ഞാൻ പറഞ്ഞിരുന്നല്ലോ. അപ്പം ഈ വീഡിയോയിൽ ഞാൻ അഡൽറ്റിനെ കുറിച്ച് പറയാം. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ 50% അഡൽറ്റിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഈ ഒരു വീഡിയോയിൽ ഞാൻ അഡൽറ്റ്സിനെ കുറിച്ച് പറയാം. ഞാൻ ഇതിപ്പോ എന്റെ ഒരു അഡൽറ്റ് പെയറാണ്. ഇവര് ഞാൻ ഏകദേശം എടുത്തത് ഞാൻ പറഞ്ഞിരുന്നല്ലോ, നേരത്തെ പറഞ്ഞല്ലോ, പുറമേ നിന്നാണ് ഇവര് വന്നത്. അപ്പൊ ഇവര് വന്നിട്ട് എനിക്ക് ഒരു 3-4 മാസം 5 മാസം അറൗണ്ട് അതിനടുത്ത് എനിക്ക് റിസൾട്ട് കിട്ടി. മറിച്ച് ഇവരൊക്കെ ബ്രീഡിംഗ് പെയർ തന്നെ കൊണ്ടുവന്നവരാണ്. അപ്പൊ ഇവരൊക്കെ ഇപ്പോഴും റിസൾട്ട് തരാൻ ഭയങ്കര ഡിലേ ആവുന്നുണ്ട്. എനിക്ക് ഇപ്പം കുറച്ചായി റിസൾട്ട് തന്നിട്ട്, ഫസ്റ്റ് റിസൾട്ട് തന്നെയാണ്. അതേപോലെ തന്നെ ഇപ്പൊ ഞാൻ പറയുകയാണെങ്കിൽ നമ്മളൊരു ഫ്രണ്ട് എടുത്തിരുന്നു, ബ്രീഡിംഗ് പെയറാണ് എടുത്തത്. ഒരു വർഷമായി മൂപ്പര് അതിനെ കൊടുക്കുകയാണ്. സൺകുനൂർ തന്നെയാണ്. കാരണം അതും ഇതേപോലെ മൂപ്പരെടുത്ത് വന്നിട്ട് ബ്രീഡ് ചെയ്തിട്ടില്ല പറഞ്ഞു. അപ്പോൾ നിങ്ങൾ ചൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ബെറ്റർ വെച്ചാൽ അത് അഡൽറ്റ് ആണ്. അഡൽറ്റ് എന്തുകൊണ്ടാണ് ചൂസ് ചെയ്യാൻ ബെറ്റർ എന്ന് വെച്ചാൽ, ഒന്നത് പൈസ കുറവാണ്. നമ്മളെ ബ്രീഡിംഗ് പെയർസ് വെച്ച് പൈസ കുറവാണ്. പിന്നെ നിങ്ങളുടെ അടുത്ത് വന്നാൽ നിങ്ങളെ ആ ഒരു എന്താ പറയാ, ആ അറ്റ്മോസ്ഫിയറായിട്ട് പെട്ടെന്ന് ഒരു ഇണങ്ങും. ആ ബ്രീഡിംഗ് പെയർസ് ഇണങ്ങും. പക്ഷെ ഇവര് ബ്രീഡിംഗ് പെയർസ് വെച്ചാൽ അവിടെ എഗ് ചെയ്ത് വന്നൊരു ശൈലി ഉണ്ടാവും. ഇപ്പൊ ഞാൻ ഉദാഹരണം പറയാം. ഇപ്പൊ എന്റെ ഒരു പേരുണ്ടായിരുന്നു, ഒരു കൊക്കോട്ടൈൽസ്. അപ്പൊ ഒരു അവിടെ എഗ് ചെയ്തെന്ന് വെച്ചാൽ പോട്ടിലാണ് എഗ് ചെയ്ത് വന്നത്. നമ്മളെ ചട്ടിയിലാണ് എഗ് ചെയ്ത് വന്നിരുന്നത്. അപ്പൊ ഞാൻ ഇവിടെ കൊണ്ടുവന്ന് ബ്രീഡിംഗ് പെയർ കൊണ്ട് ഞാൻ ഇവിടെ ബോക്സ് ആണ് ഞാൻ യൂസ് ചെയ്യുക. കാരണം വെച്ചാൽ എനിക്ക് ചിക്സിനെ എടുത്ത് നോക്കാനും ചിക്സിന്റെ ക്വാളിറ്റി നോക്കാനൊക്കെ എനിക്ക് ഏറ്റവും നല്ലത് ബോക്സ് ആണ്. അപ്പൊ ഞാൻ ബോക്സ് ആയിരുന്നു യൂസ് ചെയ്തിരുന്നത്. അപ്പൊ ബോക്സിൽ ഇവർ കയറൂല, അതുപോലെ കയറിയാൽ തന്നെ പുറത്തിറങ്ങുക, മുട്ട ഇടുന്നില്ല, എഗ് ചെയ്യുന്നില്ല. അങ്ങനെ ഒരു 7 മാസത്തോളം അങ്ങനെ പോയി. അങ്ങനെ ഞാൻ വീണ്ടും മൂപ്പരെ കോൺടാക്ട് ചെയ്തു. അങ്ങനെ കോൺടാക്ട് ചെയ്ത സമയത്ത് മൂപ്പരന്ന് ഞാൻ പോർട്ടാണ് യൂസ് ചെയ്തിരുന്നത്. അതുകൊണ്ടാവാം എന്ന് അദ്ദേഹം പറഞ്ഞു. അങ്ങനെ ഞാൻ എന്ത് ചെയ്ത് പോർട്ട് യൂസ് ചെയ്ത്. പക്ഷെ പോർട്ട് യൂസ് ചെയ്ത് എഗ് ചെയ്ത്, പക്ഷേ അത് വിരിയുന്നില്ല. കാരണം ഞാനിവിടെ പോർട്ടിലുള്ള ബ്രീഡിങ് കുറവാണ്. ഞാനിപ്പോൾ എൻ്റെ ഹെലികോപ്റ്റർ ആയിക്കോട്ടെ, സൺകൊനൂസ് ആയിക്കോട്ടെ, കൊക്കോട്ടൈൽസ് ആയിക്കോട്ടെ, കൊനൂസ് ആയിക്കോട്ടെ, ഒക്കെ ഞാൻ ബോക്സ് യൂസ് ചെയ്യാറ്. കാരണം എന്താ വെച്ചാൽ എനിക്ക് ചിക്സിന് എടുത്ത് റെഗുലറായി വാച്ച് ചെയ്യണം. ഇപ്പൊ ഞാൻ ഇവർക്ക് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ലവ് ബേർഡ്സിന് മാത്രമാണ് ഞാൻ ഇത് യൂസ് ചെയ്യാറ്, പോർട്ട് യൂസ് ചെയ്യാറ് കേട്ടോ. അപ്പൊ അതിന്റെ നല്ല ഇഷ്യൂസ് എനിക്ക് വരുന്നുണ്ട്. കാരണം കുട്ടികൾ ഡെഡ് ആവുന്നുണ്ട്. അപ്പൊ നമുക്ക് മുട്ടയൊക്കെ എടുത്ത് കളയാൻ നമ്മളിപ്പം ഒരു കുട്ടി ഡെഡ് ആവുകയാണെങ്കിൽ തന്നെ ആ ബോക്സ് ഡെഡ് ആയാലും അത് ജീർണിച്ചോടെ കിടന്നിട്ട് അങ്ങനത്തെ ഒരു വിഷയം വരാറുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ അങ്ങനെ ഭയങ്കരമായിട്ട് ഞാൻ കഷ്ടപ്പെട്ടിരുന്നു. അപ്പൊ ഞാൻ അങ്ങനെ യൂസ് ചെയ്യാറില്ല. ഞാൻ പോർട്ടാണ് യൂസ് ചെയ്യാറില്ല. ഞാൻ ബോക്സ് തന്നെയാണ് യൂസ് ചെയ്യാറ്. നമുക്ക് നേരെ എടുക്കാം, വെക്കാം, ഹാൻഡ് ഫീഡ്, കുട്ടിക്ക് ഫുഡ് വെച്ചിട്ട് ഹാൻഡ് ഫീഡും ചെയ്യാം. ഓക്കെ. അപ്പം അങ്ങനെ ഞാൻ ബോക്സ് വെച്ച് കൊടുത്ത് റെഡി ആയി. ഞാൻ അധികം നീട്ടി വലിക്കുന്നില്ല. ബ്രീഡിംഗ് ബേസിന് ഇപ്പൊ ഞാനിപ്പോ എന്റെ അറിവിൽ എന്റെ ബ്രീഡിംഗ് ബേസ് എടുത്തൊരു 90% ഫ്രണ്ട്സ് വന്നത് മേലാൽ ഇനി ബ്രീഡിംഗ് ബേസിന് എടുക്കൂല എന്നാണ്. ഇപ്പൊ നിലവിൽ എല്ലാത്തിനും ബ്രീഡിംഗ് ബേസ് കിട്ടും. ഇപ്പൊ സൺകൊനൂർ ആണെങ്കിൽ കൂടി ബ്രീഡിംഗ് ബെയർ 17 രൂപ 18 രൂപ കിട്ടാനുണ്ട്. പിന്നെ എന്താണ് പല റേറ്റ് വെച്ചാൽ ക്വാളിറ്റി ബേസ് ചെയ്തിട്ടാണ് പല ബേഡ്സിന് റേറ്റ് നിശ്ചയിക്കുന്നത് കേട്ടോ. എപ്പോൾ മനസ്സിലാക്കാം. അപ്പൊ അഡൽറ്റ് എടുക്കുന്നുണ്ട് അങ്ങനെ ഒരുപാട് റേറ്റ് കുറവാണ്. മാത്രല്ല നമുക്ക് ഇപ്പൊ ഇവിടെ വന്നാൽ നമുക്ക് ഒരു ബോക്സ് ആണ് നിങ്ങൾക്ക് ബോക്സ് വെച്ച് കൊടുക്കാം, പോർട്ടാണ് നിങ്ങൾക്ക് പോർട്ട് വെച്ച് കൊടുക്കാം. എങ്ങനെയാണോ നിങ്ങൾക്ക് എളുപ്പം അത് വെച്ച് കൊടുക്കാം. അതിൽ എഗ് ചെയ്താൽ പിന്നെ അതേപോലെ തന്നെ എഗ് ചെയ്ത് ആ ഒരു ശൈലി വന്നോളൂ കേട്ടോ. ഞാൻ പറഞ്ഞിട്ട് മുമ്പത്തെ കൊക്കോട്ടൈൽസ് എഗ് ചെയ്താൽ ഇപ്പൊ പോർട്ട് എഗ് ചെയ്യുന്നതുകൊണ്ട് തന്നെ. പക്ഷെ എല്ലാ പേരും അങ്ങനെ ആവണം എന്നില്ല കേട്ടോ. കാരണം ചില പേഴ്സുകളെ സംബന്ധിച്ചിട്ട് ചിലപ്പോൾ ബോക്സിൽ എഗ് ചെയ്യും, പോർട്ടിൽ എഗ് ചെയ്യും. ഓക്കെ. അപ്പം അത് നമ്മൾ പറയേണ്ടത് എന്തായാലും പറയണമല്ലോ. അപ്പൊ അതും അങ്ങനെ വരാറുണ്ട് കേട്ടോ. അപ്പം ആ ഒരു കേസും ശ്രദ്ധിക്കുക. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടമാണ് ബ്രീഡിംഗ് പെയർസ് വേണോ അഡൽറ്റുകൾ വേണോ എന്ന്. അപ്പൊ അഡൽറ്റ് എടുക്കുകയാണെങ്കിൽ ഉപകാരമാണ് ഞാൻ പറഞ്ഞത്. റേറ്റ് കാര്യങ്ങൾ, അതേപോലെ തന്നെ നമ്മളെ അറ്റ്മോസ്ഫിയർ ആയിട്ട് പെട്ടെന്ന് ഇണങ്ങും കാര്യങ്ങളുണ്ട്. ഓക്കെ. അപ്പോൾ അതെപ്പോഴും ശ്രദ്ധിക്കുക. ബ്രീഡിംഗ് പെയർസ് ഞാൻ പറഞ്ഞല്ലോ, ബ്രീഡിംഗ് പെയർസ് ഇപ്പൊ എന്റെ അടുത്താണെങ്കിൽ കൂടെ എന്റെ അടുത്ത് വരെ വന്നത് എഗ് ചെയ്യാത്ത കുറെ പേരുണ്ട്. ഇപ്പൊ ഞങ്ങൾ ബ്രീഡേഴ്സിനോട് വെച്ചാൽ ഞങ്ങൾ എപ്പോഴും പറയും തെരഞ്ഞെടുക്കുക അഡൽറ്റ് ഇസ് എ ബെസ്റ്റ്, അഡൽറ്റ് ആണ് ബെറ്റർ. ഓക്കെ. അത് എന്തുകൊണ്ട് അഡൽറ്റ് ആണ് ബെറ്റർ? ഓക്കെ. അപ്പോൾ ഞാൻ ഇപ്പൊ കഴിഞ്ഞ വീഡിയോ ഭയങ്കര ലെങ്ത് വന്നതുകൊണ്ടാണ് ഞാൻ ആ വീഡിയോ ഷോർട്ട് ചെയ്തിട്ട് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ പറഞ്ഞത്. അപ്പൊ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. നിങ്ങൾക്ക് ഓൾറെഡി യൂസ് ചെയ്യാം. ഇപ്പൊ മുട്ട ഇടുന്ന വേറെ വേണം. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഇപ്പൊ ബ്രീഡിംഗ് ബേസിന് എല്ലാവരും എടുക്കാൻ കാരണം വെച്ചാൽ അവിടെ മുട്ടയിട്ട് വന്ന് വീട് അപ്പൊ തന്നെ ഇവിടെ മുട്ട ഇടണം അങ്ങനെ ഒരു നിർബന്ധമില്ല. അങ്ങനെ ഒരു നിയമവും നിലവിൽ എവിടെയില്ല. ഓക്കെ. ഇതിങ്ങളൊക്കെ ജീവികളല്ലേ. അപ്പൊ അങ്ങനത്തെ ഒരു നിയമവും ഒന്നുമില്ല. അപ്പൊ അതിന്റെ കഷ്ടപ്പാട് നമ്മൾ നന്നായിട്ട് എടുക്കേണ്ടി വരും. ഞാൻ പറഞ്ഞില്ല, എന്റെ ഹെലികോപ്റ്റർക്ക് 1 വർഷം 1.5 വർഷം കഴിഞ്ഞിട്ടൊക്കെ എനിക്ക് റിസൾട്ട് വന്നത് ബ്രീഡിംഗ് ബേസ് തന്നെ കൊണ്ടുവന്നാണ്.
ഓക്കെ, അപ്പം ഇത് എപ്പോഴും മനസ്സിലാക്കുക. അപ്പൊ എന്റെ അഭിപ്രായത്തിൽ അഡൽറ്റ് ഇസ് ദ ബെസ്റ്റ്. അപ്പം നിങ്ങൾ ചൂസ് ചെയ്യാണ്, നിങ്ങൾ ഇഷ്ടം പോലെ ചൂസ് ചെയ്യാം. എന്റെ അഭിപ്രായം പറഞ്ഞു തന്നുള്ളൂ. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. ഇതേപോലത്തെ വീഡിയോസ് ഇനിയും ലഭിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ മസ്റ്റായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നമുക്ക് അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.